ഹായ്, ഞാൻ ഗ്ലെൻ കൊറയ. ഹലോ, എൻ്റെ പേര് ബെൻ കൊറയ. ഞങ്ങളാണ് GB5 ക്ലബിൻ്റെ co-founders. ഞങ്ങൾ മാർഷൽ ആർട്സിലോട്ട് കടന്നു വരുന്നത്. ഞങ്ങൾ സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. ഞാൻ 5th സ്റ്റാൻഡേർഡിലും ഗ്ലെന്ന് 9th സ്റ്റാൻഡേർഡിലും പഠിക്കുമ്പോഴത്തേക്കുമാണ് ഫസ്റ്റ് ഞങ്ങൾ സ്കൂളിൽ മാർഷൽ ആർട്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൈക്വോണ്ടോ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാക്കി ചാനും ബ്രൂസ് ലീയും ഭയങ്കരമായിട്ട് നമ്മളെ ചെറുപ്പകാലത്തിലല്ലേ ഭയങ്കര കാർട്ടൂൺസ് അല്ലെങ്കിൽ ആക്ഷൻ ബേസ്ഡ് കാർട്ടൂൺസൊക്കെ ഭയങ്കര ഒരു ഹൈപ്പ് ബിൽഡപ്പ് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ മറ്റേ എനിക്ക് തോന്നുന്നു ക്ലാസ്സസിന് മുന്നേ WWE ഒക്കെ കാണുമ്പോൾ മറ്റേ കോഫി കിങ്സ്റ്റൻ്റെ കറങ്ങി മറ്റേ 360 അപ്പോഴാണ് ആദ്യമായിട്ട് 360 കിക്ക് കാണുന്നത്. അപ്പോൾ അത് അന്ന് തന്നെ എങ്ങനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാം, എങ്ങനെ അത് പഠിക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മറ്റേ കറങ്ങി അടിച്ച് തെന്നി വീഴും, പിന്നെ 2 പ്രാവശ്യം അടിച്ച് വീഴും. അത് കഴിയുമ്പോൾ ബേസിക്കലി അതിൻ്റെ ഒരു ബാലൻസ് കിട്ടും. ഫസ്റ്റ് തന്നെ അപ്പോൾ ആ ബാലൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആദ്യമേ നമ്മൾ ആ കിക്ക് ഫിഗർ ഔട്ട് ചെയ്ത് അല്ലേ. അതാണ് ഏറ്റവും ഫസ്റ്റ് ഇൻസ്പയർ ചെയ്തൊരു സംഭവം. പിന്നെ കിക്ക് ചെയ്ത് കാല് പൊങ്ങാതായപ്പോൾ മനസ്സിലായി ഫ്ലെക്സിബിലിറ്റി വേണം. ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിലാണ് കാല് കുറച്ചും കൂടെ പൊങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ മറ്റേ ഇതിലൊക്കെ കാണുന്നതനുസരിച്ച് സ്ട്രെച്ച് ചെയ്യാനും ഫുൾ സ്ട്രെച്ചും സൈഡ് സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് പിന്നെ ഓരോ ഇതിലൊക്കെ കാണുന്നതനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ കോപ്പി ചെയ്യാൻ തുടങ്ങി. കോപ്പി ചെയ്ത് ആ ഇഷ്ടം ബിൽഡായി. അപ്പോഴാണ് കറക്റ്റ് നമ്മൾ തൈക്വോണ്ടോ എന്ന് പറയുന്ന മാർഷൽ ആർട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഡാഡി ഒരു ചെറിയ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മുറ്റത്ത് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു പഞ്ചിങ് ബാഗും ചെറിയൊരു സ്പേസോ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാറ്റൊക്കെ ഇട്ട് കുറച്ച് മാറ്റൊക്കെ ഇട്ട് അന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ ആ ചെറിയ രീതിയിൽ ഒരു മുറ്റം സ്പേസാണ്. അപ്പോൾ വണ്ടി എന്തെങ്കിലും ബൈക്കൊക്കെ കയറ്റി വെക്കാനുള്ള സ്ഥലം അതങ്ങ് പ്രാക്ടീസ് ചെയ്തേക്ക് മാറി. അതങ്ങനെ ഇവഞ്ച്വലി ടേൺ ഔട്ട് ചെയ്ത് അല്ലേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ പാരൻസൊക്കെ ഒന്ന് ചോദിച്ച് അതൊരു ഡോജോ ആയി മാറി. എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ടിങ്. അവിടെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. ബേസിക്കലി നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ ഓരോ ടെക്നിക്സൊക്കെ കണ്ടുപിടിക്കും. എന്തെങ്കിലുമൊക്കെ പുതിയ ടെക്നിക്സൊക്കെ കണ്ടുപിടിക്കും. അത് അന്ന് ആ സമയത്ത് യൂട്യൂബും നമുക്ക് അത്ര ഇതില്ല, യൂട്യൂബ് യൂസ് ഒന്നും ഇല്ല, ഫോണില്ല. നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത സംഭവം ഒരു വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവും ഞങ്ങൾ ഈ സംഭവം നേരത്തെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ വന്നത്. അത് അടിപൊളി ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക്. ഹൈ ഫീലിംഗ് ആണ്. അപ്പോൾ അത് ബേസിക്കലി നമ്മളൊരു സാധനം ചെയ്തിട്ട് അത് അവിടെ ഒരു ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ അത്ലീറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതേ ഇത് നമ്മൾ ഒന്ന് കണ്ടുപിടിച്ച സാധനമല്ലേ എന്നുള്ളൊരു ഐഡിയ വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് നല്ല കാണാതെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ അത് ആക്ച്വലി ആൾക്കാർ ഹയർ ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്കൊരു ഗ്രോത്ത് ഫാക്ടറാണ്. നമുക്കിതൊരു വർക്കായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ റിയൽ തിങ്. നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഒരു പുതിയ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ഒരാൾ പഠിപ്പിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ബേസാണ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലായപ്പോൾ ആക്ച്വലി എവറി ഡേ ഈസ് ആൻ ഇമ്പ്രൂവ്മെൻറ്റ്. ഓരോ ബേസ് സാധനങ്ങളും ഒരു വളരെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും നമ്മളത് റിഫ്രഷ് ആവുന്നുള്ള ഒരു ഐഡിയ എടുത്തു തുടങ്ങിയപ്പോൾ അതൊരു മ്യൂച്വൽ ഗ്രോത്ത് ആണെന്ന് മനസ്സിലായി. ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 85% ഞങ്ങൾ സെൽഫ് ട്രെയിൻ തന്നെയായിരുന്നു. അതായത് വീടിൻ്റെ മുമ്പിലുള്ള ഈ ചെറിയ സ്പേസിലുള്ള ട്രെയിനിങ് തന്നെയാണ്. ആ സമയത്തൊന്നും ക്ലാസ്സുകളില്ലല്ലോ. അപ്പോൾ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാത്രമാണ്. യൂട്യൂബിൽ കാണുന്ന ഫ്രീ ആയിട്ടുള്ള കണ്ടൻസ് നമ്മൾ ട്രെയിനിങ്ങിലോട്ട് അപ്ലൈ ചെയ്യാൻ നോക്കി തുടങ്ങി. അങ്ങനെയാണ് പഞ്ചസിലോട്ടും അല്ലെങ്കിൽ ബോക്സിങ്ങിൻ്റെ വളരെ ബേസിക്സിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുയ് തായ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് 8 ലിംസ് എന്നുള്ളൊരു മാർഷൽ ആർട്ടിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ്ഡ് ആയി തുടങ്ങി. അതിങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. എൽബോസ് എന്താണ്, അതിൻ്റെ നീസ് എന്താണ്, നീസ് വെച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യാം, എൽബോ വെച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യാം, പഞ്ചസ് എങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ടീം അപ്പ് ചെയ്ത് നമ്മൾ ട്രെയിൻ ചെയ്യുമായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ് തുടങ്ങി. മുയ് തായിന് ഞങ്ങളെ പല കോച്ചസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, നല്ല നല്ല കോച്ചസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ തൈക്വോണ്ടോ ബേസ് കളഞ്ഞിട്ടില്ല. തൈക്വോണ്ടോ ബേസ് ആണ് നമ്മളെ ഇത്രയും ആ ഒരു അത്ലറ്റിസിസം ബിൽഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആസ് എ മിക്സ് ഓഫ് എവറിത്തിങ് എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോഴാണ് നമ്മുടെ ട്രൂ എലമെന്റ്. തൈക്വോണ്ടോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ലെഗ് ഫോക്കസ്ഡ് മാർഷൽ ആർട്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫുട് വർക്കാണ്. ഇത്രയും ഫാസ്റ്റിൽ നമ്മൾ ഫുട് വർക്ക് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ബാക്കി കിക്ക് ബോക്സിങ് മുയ് തായിലോട്ട് വന്നപ്പോഴത്തേക്കും അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഈസിലി കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനുള്ളൊരു ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനും പുതിയ സ്കിൽ ബിൽഡിങ് കുറച്ചുകൂടി ഈസിയായിരുന്നു. അതാണ് ബേസിക്കലി പറയുവാണെങ്കിൽ. ബോക്സിങ്ങിലേക്ക് വരുവാണെങ്കിലും ബോക്സിങ് നമ്മൾ കാണുമ്പോൾ പഞ്ചാണ്, പക്ഷേ ലെഗാണ് ബോക്സിങ്ങിൻ്റെ ഏറ്റവും ബേസ്. ലെഗ് നിന്നാണ് ബോക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാനും അറ്റാക്ക് കൊള്ളാതിരിക്കാനും പറ്റും. റൈറ്റ് സ്റ്റെപ്പ് വെക്കുവാണെങ്കിൽ റൈറ്റ് ടൈമിൽ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് നമ്മുടെ ബോഡീനെ ഫുള്ളി
പഞ്ചസിൽ നിന്ന് ഡോഡ്ജ് ഔട്ട് ചെയ്യാനും അതുപോലെ റൈറ്റ് ടൈമിൽ ഫോഴ്സ് ഇമ്പാക്ട്ഫുൾ ആക്കാനൊക്കെ പറ്റുന്നത് റൈറ്റ് ഫുഡ് സ്റ്റെപ്പിലാണ്. അപ്പോൾ ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ആദ്യമേ തുടങ്ങി കൈക്കൊണ്ട് വന്നു. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഒരു പ്രോഗ്രഷൻ ബേസ് ആയി മാറിയായിരുന്നു. 12 ടൈംസ് നാഷണൽസ് കളിച്ചു തൈക്കോണ്ടോയിൽ. പിന്നെ 2 ഗോൾഡ് മെഡൽ, ഒരു സിൽവർ മെഡൽ, ഒരു ബ്രോൺസ് മെഡലും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി നാഷണൽ ലെവൽ. ഇതിൽ ക്ലാസ്സസിനേക്കാളും എപ്പാട്ട് നമുക്കെപ്പോഴും ആക്ഷനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കൂടെ ആർട്ടിസ്റ്റിക് സൈഡായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കോച്ചാണെങ്കിലും കോമ്പറ്റീഷൻ വേണ്ടി അല്ല ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചത്. മാക്സിമം ആർട്ടായിട്ട് നമ്മളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വെച്ചായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് റൂട്ടീൻ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഡെയിലി ഞങ്ങൾ ഇതുവരെ കോമ്പറ്റീഷൻ അല്ല പണ്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ, ബേസിക്സ് ആണെങ്കിൽ പോലും എല്ലാം ഈ ഫ്ലിപ്സും കിക്സും അതല്ലെങ്കിൽ തൈക്കോണ്ടോയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തൈക്കോണ്ടോയുടെ കുറേ ആർട്ടിസ്റ്റിക് സൈഡ് പണ്ട് കിട്ടിയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതൊന്നും ഒരു ആളായിട്ട് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ പഠിച്ച ട്രിക്സോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ പഠിച്ചത് കോമ്പറ്റീഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ വലിയ സംഭവം. അത് നമ്മൊരു സംഭവം ഒരു ട്രിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലേ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു സംഭവം പെട്ടെന്ന് ഒരു ഇത് വരും, സ്ട്രൈക്ക് വരും. അപ്പോൾ അതുകൂടാതെ അപ്പോൾ ആക്ഷൻ ബേസ് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് പ്രൊജക്റ്റായിട്ട് നമുക്ക് ജയ ജയ ഹേ ചെയ്യാൻ പറ്റിയത്. അത് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ് മലയാളം ഫിലിംസ് ആയി മാറി. അപ്പോൾ ദർശനേനെയൊക്കെ ഫുള്ളി ആക്ഷൻ ബേസ്ഡ് ട്രെയിൻ ചെയ്ത് നമ്മളുടെ പഴയ ക്ലബിലാണ്, ഓൾഡ് ക്ലബ്ബിൽ, മറ്റേ ഞങ്ങളുടെ രണ്ടുപേരുടെ ആ ചെറിയ സ്പേസിലാണ് ജയ ജയനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അത് 2 months നമ്മൾ ഫുൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഫിലിമിൻ്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ മറ്റേ തിയേറ്ററിൽ ഇതൊക്കെ ബേസിക്സ് ഞങ്ങൾ ട്രെയിൻ ചെയ്ത അതേ രീതിയിലാണ് പുള്ളിക്കാരത്തിനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്, വളരെ ബേസ് ചെയ്ത് തന്നെ. അപ്പോൾ വലിയ ട്രിക്സോ ഫ്ലിപ്സോ ഒന്നും പഠിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതിലാകെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. കിക്സും ബേസിക് ബ്ലോക്സും പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് വെൽ അപ്ലൈഡ് തിയേറ്ററിൽ വരുമ്പോൾ ഒരു കിക്ക് ഹോൾഡിലൊക്കെയാണ് നമുക്ക് ആ ഒരു ഫുൾ പവർ അറിഞ്ഞത്, എന്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ എന്താണ് അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത് ഫിലിമിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ളത് ആ ഒരു ഇതോടെ മനസ്സിലായി. അപ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു അത്. ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാർഷൽ ആർട്ട് ബേസ്ഡ് ഫൈറ്റ്സ്, കൊറിയോഗ്രാഫി ആൻഡ് ട്രെയിനിങ്. കൊറിയോഗ്രാഫി ആൻഡ് ട്രെയിനിങ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ദിവസം ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞു, അടുത്ത ദിവസം സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ യൂണിഫോം പോലും ചേഞ്ച് ചെയ്തിട്ടില്ല, നല്ല മഴയുണ്ട്. രാത്രി ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും കേൾക്കാന്ന് വെച്ചാൽ എത്രാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ 6th വളരെ ചെറിയ ഏജ് ആണ്. ഗ്ലെന്ന് 10th അല്ലെങ്കിൽ +1 ആ ഒരു 10th കഴിയണമെന്നോ. അതെ. അപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ രാത്രി വാതിൽ ജസ്റ്റ് അടച്ചിട്ടേക്കണം, എല്ലാവരും TV ഒക്കെ കണ്ട് അകത്തിരിക്കണതാണ്. അപ്പോഴാണ് ഡോറിൽ 2 കൊട്ട് കേൾക്കണത്. ഞങ്ങളേക്കും ഞാൻ ചെന്ന് ഇങ്ങനെ ഡാഡിയാണ് തുറന്നത്. അപ്പോൾ ഡാഡി തുറന്നു കഴിഞ്ഞ് മറ്റേ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു നോട്ട് ഇങ്ങനെ പുള്ളി എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ അഡ്രസ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡാഡി ഇങ്ങനെ അഡ്രസ്സ് നോക്കണ സമയത്ത് ഡാഡീനെ മറ്റേ അടിച്ചിട്ട് അകത്തേക്ക്, അടിയൊന്നും ഞങ്ങൾ കാണല്ല, ഡാഡി അകത്തേക്ക് വീണാൽ മാത്രമേ കാണുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് ഡാഡി എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഡാഡി അകത്തേക്ക് വീഴുന്നു. പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ഞാനിങ്ങനെ സോഫയിലിരിക്കും, സൈഡിൽ സോഫയിൽ, ബെന്ന് ഇപ്പുറത്തെ സോഫയിൽ എന്തൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നാളെ സ്കൂൾ തുറക്കും ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒരാളിങ്ങനെ വീണ്ട ഡോറിൻ്റെ അകത്തേക്ക് കയറി വന്ന് ഡാഡി വീണതും സൈഡിൽ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ അപ്പം തന്നെ ഡാഡിയുടെ മേത്തേക്ക് കിടന്ന് അടികൊള്ളാതിരിക്കാൻ, ഡാഡിക്ക് അടികൊള്ളാതിരിക്കാൻ വേണ്ടി കിടന്നു. അപ്പോൾ ഇയാൾ അകത്തേക്ക് കയറി വന്നതും ഡാഡിയുടെ അടുത്താണ് നമുക്ക് മാർഷൽ ആർട്സിൻ്റെ. അപ്പോൾ ഡാഡി പണ്ടത്തെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് 2nd ഡാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഡാഡി കിടന്നതും ഡാഡി ഇൻസ്റ്റിങ്ക്റ്റ് ഓണായി. അപ്പോൾ തന്നെ പുള്ളി കയറി വന്ന ആളെ കിക്ക് ചെയ്യണ ഞങ്ങൾ കണ്ട്, കിടന്നുകൊണ്ടാണ് കിക്ക് ചെയ്ത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗ്രാൻഡ് മദർ മേത്തുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ മാർഷൽ ആർട്സ് തുടങ്ങിയ ടൈമാണ്. നമ്മുടെയും ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് പെട്ടെന്ന് വേണേ. നമുക്കന്ന് ടെക്നിക്കലി ഹിറ്റ് ചെയ്യാനൊന്നും അത്ര അറിയാമോ, ആകെ മറ്റേ ഇതിൽ നിൽക്കണ സമയം, ബേസിക് പഞ്ചസ് പഠിച്ചുകൊണ്ട് കിക്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഓണായി. അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ സോഫയിൽ സൈഡിലിരിക്കണേ, അന്ന് ആകെ 5 feet താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് ചെയ്ത് സോഫയിൽ സ്റ്റെപ്പ് ചെയ്ത് കയറി ഡോറിൻ്റെ സൈഡിൽ 2 സോഫയുണ്ട്, ആ 2 സോഫയിൽ കൂടെ ചവിട്ടി വന്നിട്ട് ഡോറിൽ കയറി വരുന്ന ആളെ ഫസ്റ്റ് തന്നെ കൈ വീശി ഇടിച്ചത് അയാളെ കണ്ണിട്ടുണ്ട്. കണ്ണി കൊണ്ട് അയാൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് ഡാഡി എണീറ്റ്. അപ്പോൾ ഒരു വലിയ മനുഷ്യൻ ഉള്ളിലേക്ക് കയറി വരുന്നതും ഞാൻ ആളെ കണ്ട് അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ബെന്ന് അന്ന് മറ്റേ ചെറിയ പീക്കിരി ആയിട്ടുള്ളവരാ.
ബെന്ന് നോക്കുമ്പോൾ മറ്റേ കറക്കണ വുഡൻ അവിടെ കളരിക്ക് യൂസ് ചെയ്യണ വടിയുണ്ട്, വടി, വുഡൻ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് തന്നെയാണ്, എങ്ങനെയെങ്കിലും അവിടെ നമ്മൾ സർവൈവ് ചെയ്യണം. എനിക്ക് ആദ്യം വന്നതെന്ന് വെച്ചാൽ ഈ വടിയെടുത്ത് എങ്ങനെയെങ്കിലും അടിക്കണം, അതാണ് വരുന്നത്. ഞാൻ നേരെ ഓടിപ്പോയി വീടിൻ്റെ പുറകെ നിന്ന് വടിയെടുത്ത് വരുന്നതും മമ്മി കയറി കൈ പിടിച്ച് അടിക്കാൻ പറ്റിയില്ല. അതാണ് അവിടെ ഉണ്ടായ കോമഡി. പക്ഷേ ആ വടി എടുത്ത് വന്നതും ഞാനും റെഡിയായി. കാരണം ഞങ്ങളന്ന് പ്രാക്ടീസ് ചെയ്ത്, ഞങ്ങൾ അന്ന് നെഞ്ചാക്കും വടിയും പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഫസ്റ്റ് തന്നെ ഇതെല്ലാം ഗ്രാബ് ചെയ്ത് ഇറങ്ങിയതും അവർ ഇതൊക്കെ കണ്ടിട്ട് ബേസിക്കലി അവർ പേടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അത് കണ്ട് ഡാഡി എണീറ്റ് ഇവർ നമ്മളെല്ലാം എടുത്ത് ഇറങ്ങുമ്പോഴത്തേനും ഇവർ മറ്റേ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റിൻ്റെ അടുത്ത് നമ്മളെത്തിയപ്പോൾ അവർ അങ്ങേ അറ്റത്തെത്തി, ഓടി രക്ഷപ്പെട്ടെന്നുള്ള അത്യാവശ്യം. അപ്പോൾ ബേസിക്കലി അത് നമ്മൾ പേടിച്ച് ചെയ്യണം, ഭയങ്കര ധൈര്യത്തോടെ ചെയ്യണമല്ല, പക്ഷേ ആ ഒരു ഫൈറ്റ് മോഡ് ഓൺ ആയിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. അപ്പോൾ മാർഷൽ ആർട്സ് എനിക്ക് തോന്നുന്നു അത് ആ ഒരു സൈഡ് ഓഫ് നമ്മുടെ ഒരു അവേക്കനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്നുള്ള പ്രഷർ വെരി ഹൈ ആയി. എന്ന് വെച്ചാൽ നമ്മളൊരു ജോലിക്ക് സ്ഥിരവരുമാനത്തിന് പോകണം, അല്ലെങ്കിൽ അത് നമ്മുടെ കസിൻസിൻ്റെയൊക്കെ ഒരു എല്ലാവരുടെയും പ്രഷർ, ജോലിയൊന്നും ചെയ്യുന്നില്ലേ, ഇത് വേറെ ഒന്നും ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാവരുടെ പറയും, എന്നാൽ പോലും എല്ലാവരുടെയും ചോദ്യം ജോലി, സ്ഥിര വരുമാനം, പരിപാടി നോക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചതിൻ്റെയൊക്കെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ പോയി. എല്ലാ ദിവസവും രാവിലെയൊക്കെ നമ്മുടെ എക്സിക്യൂട്ടീവ് ഒക്കെ അടിച്ച് രാവിലെ തന്നെ പോവും. രാവിലെ തന്നെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കും. നമ്മളെന്താണോ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ട അതിൻ്റെ പേപ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പണി തുടങ്ങും. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ 1 lag ടൈം പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ടൈമിൽ പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ വരും. ലെഗൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് 2 പുഷപ്പൊക്കെ അടിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ ഒരു 6 മാസത്തോളം അത് ഡ്രാഗ് ഔട്ടായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മതി, ഹാസ് ടു സ്റ്റോപ്പ് എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി. എൻ്റെ ഒരു സൈഡ് കുറച്ചുകൂടെ കോച്ചിങ് സൈഡിലേക്കാണെന്ന ഒരു ലീൻ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ തുടങ്ങി. കാരണം ഞാനും പിന്നെ ട്രെയിൻ ചെയ്യും, കോഡിറ്റ് ചെയ്ത് നമ്മൾ ആ വെറുതെ ഇരിക്കുന്ന കുറേ ടൈമിൽ, ആക്ച്വലി കോവിഡ് ടൈമിൽ വേറെ അങ്ങനെ പ്രോഗ്രസീവായിട്ട് അങ്ങനെ ഓൺലൈൻ അങ്ങനെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സെൽഫ് ഗ്രോത്തിൽ കോവിഡ് ടൈമാണ് ഞങ്ങളെ പുഷ് ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി മുന്നിലേക്ക് എന്താണെന്നുള്ളതിൻ്റെ ഒരു ചിന്ത വന്നത് കോവിഡ് ടൈമിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തൈക്കോണ്ടോന്ന് സ്വിച്ച് ഔട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കുറേ കാലം ഉപയോഗിക്കുന്നുണ്ട്, ലെഗ് കുറേ കിക്സും അഡ്വാൻസ്ഡ് ജമ്പിങ് ടേണിങ് പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഇനി അപ്പർ സൈഡിൽ നമുക്ക് എന്തോ ഒരു വീക്ക്നെസ്, എന്താണ് മേളിലത്തെ നമ്മുടെ എലമെൻറ്റ്സ് യൂസ് ചെയ്ത് വെപ്പൺസ് യൂസ് ചെയ്ത് നമ്മളൊന്നും ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയാണ് ബോക്സിങ്ങും കിക്ക് ബോക്സിങ്ങും മോയത്തായിലേക്കുള്ള, പണ്ട് നമ്മൾ ടോണിജയുടെ ഓംബാക്ക് ഫിലിം കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് മോയത്തായിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ ജമ്പിങ് നീയും പുള്ളിയുടെ ഫ്ലിപ്പ് കിക്സൊക്കെ ഫുള്ള് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ മോയത്തായി ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നത്. നമ്മുടെ വീടെന്ന് പറഞ്ഞത് വളരെ പഴക്കമുള്ള വീടായിരുന്നു. 65 വർഷത്തോളം പഴക്കമുള്ള തറവാടായിരുന്നു ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇത്രയും നാൾ ഞങ്ങളുടെ ഡാഡി ഞങ്ങൾക്ക് ആ ട്രെയിനിങ് ഏരിയ സ്പേസ് സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ ലേറ്റർ അതൊരു ക്ലാസ് ആയിട്ട് മാറണമായിരുന്നു. ഫസ്റ്റ് ടൈം നമുക്ക് തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടികളുടെ ബാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളുടെ ബാച്ചസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 10 അല്ലെങ്കിൽ 12 കുട്ടികൾക്ക് നിൽക്കാൻ വരുന്ന ഒരു ഏരിയ ആയിരുന്നു ഞങ്ങൾ ആദ്യം ചെയ്തത്. അവിടെ ഒരു 18 മാച്ച് സ്പേസ് ഉണ്ട്. ആ 18 മാച്ച് സ്പേസിലായിരുന്നു നമ്മൾ ഇത്രയും നാൾ ക്ലാസ്സസ് റണ്ണിങ് ചെയ്ത് വെച്ചത് ഏകദേശം. പിന്നെ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് മാറണം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം വന്നതോടെയാണ് വീട് പണിയണം, എങ്ങനെയെങ്കിലും പണിയാം. വീട് ഒന്നാമത്തെ കാര്യം അത്രയും പഴക്കമുള്ള വീടാണ്, അത് പണിയേണ്ടതും നിർബന്ധമായി. മഴയത്തൊക്കെ ഇങ്ങനെ ഫില്ലാവും. മഴയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുള്ള് ഫ്ലഡഡ് ആവും ക്ലാസ്. അതെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ലോൺ എടുക്കുന്നത്, വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. വീട് പണിയുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്ലാസ് പൊക്കത്ത് പണിയണം എന്നുള്ളൊരൊറ്റ ഗോൾ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു സെറ്റപ്പിലോട്ട് വന്നത്. ആക്ച്വലി അത്യാവശ്യം വീട് നല്ല വിട്ടിൽ പണിയുക, അതിൻ്റെ മേളിൽ നല്ലൊരു ക്ലാസ് പണിയുക എന്നുള്ള ഒറ്റ ഐഡിയയിലാണ് വീട് ഞങ്ങൾ ഒറ്റ നിലയായിട്ടേ പണിഞ്ഞുള്ളൂ. താഴെ 2-3 റൂമായിട്ട് വെച്ചു, അതുപോലെ പൊക്കത്ത് ഉള്ള മാക്സിമം സ്പേസ് ക്ലാസ്സിന് യൂസ് ചെയ്യായിരുന്നു നമ്മുടെ ഒരു ഐഡിയ മെയിനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ക്ലാസ് ബിൽഡ് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ ഒരു 250 എബവ് മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിയായി മാറി. GB5 ക്ലബിൻ്റെ ഒരു ഫാമിലി ഇപ്പോൾ 250 മെമ്പേഴ്സ് ആൻഡ് കൗണ്ടിങ്, പ്ലസ് ഗെറ്റിംഗ് ബെറ്റർ. എന്തായാലും ഈ ഇയറൊക്കെ ആയിട്ട് കുട്ടികളും ഉണ്ട് അഡൽസും ഉണ്ട്. അപ്പോൾ ഒരുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ബാച്ചസും അഡൽസിൻ്റെ ബാച്ചും റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ ഈ ക്ലാസ് മാത്രം സെറ്റപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുണ്ട് 10 to 12 lakhs ആയിട്ടുണ്ട് ക്ലാസ് സെറ്റപ്പ് മാത്രം. പിന്നെ അതൊരുമിച്ച് ഒരു ഹൗസിംഗ് ലോൺ
ഇത് അതിൻ്റെ ഒക്കെ ഒപ്പം ഒരുമിച്ച് എല്ലാം കൂടെ നടന്നതുകൊണ്ട് ഫിഗർഡ് ഇറ്റ് ഔട്ട് സംഭവം. നമ്മുടെ ഫാമിലിയും വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. കസിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ. കാരണം ഞങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വന്നത്. അപ്പോൾ ക്ലാസ് അങ്ങനെ തുടങ്ങി. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് തോന്നുന്നു നമുക്കൊരു ക്ലിയർലി പറയുകയാണെങ്കിൽ നമുക്കൊരു 2 lakhs ഒക്കെ റവന്യൂ മന്ത്ലി കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് എത്തി. പിന്നെ ബിൽഡിംഗ് ആണ്, ഓൺ പ്രോഗ്രസ് ആണ്, ഗെറ്റിംഗ് ബെറ്റർ. കണ്ട ഗോളിലേക്ക് എത്തി തുടങ്ങി. ഷോർട്ട് ടേമും ലോങ് ടേമും ആയിട്ട് കുറച്ച് ഗോൾസ് ഉണ്ട്. ഷോർട്ട് ടേം ആണെന്നാണ് പറയണമെങ്കിൽ നല്ല രീതിക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള കുറേ ഫൈറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ നല്ല രീതിക്ക് പുതിയ സ്റ്റേജസിലോട്ട് മാക്സിമം പുഷ് ചെയ്ത് കൊണ്ടുവരിക. ഒരു 3 to 5 years അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ഗോളിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അത്ലറ്റ്സിനെ മാക്സിമം നല്ല ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റേജിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. അതെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് എപ്പോഴും ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. നമ്മൾ വേറെ ജനറലി എന്ത് സ്പോർട്സിന് പോയാലും പൊളിറ്റിക്സും പ്രശ്നങ്ങളും നമ്മളെല്ലായിടത്തും ഫേസ് ചെയ്യണം. പക്ഷേ അതൊക്കെ ഉണ്ട്, അതൊക്കെ ട്രൂ എവരിവെയർ ഇൻ ദ വേൾഡ് സെയിം ആണ്. നല്ല 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 ക്ലബ്സിൽ നിന്നൊക്കെയുള്ള പലരും പല ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഇത് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മളുടെ ക്ലബ്ബിൽ നിന്നും നമുക്ക് മുന്നിലേക്ക് എത്തണം, വലിയ വലിയ പ്ലാറ്റ്ഫോംസ് നേടണം. ഇപ്പോൾ UFC-ലൊക്കെ നമ്മൾ കാണുമ്പോൾ കുറച്ച് ഫേവറേറ്റ് ഫൈറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇല്ലിയ ടോപ്പൂരിയൊക്കെ വീട്ടിൽ തന്നെ മറ്റേ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ UV ലൈറ്റ് തെറാപ്പിയും കുറേ പരിപാടികളെല്ലാം സെൽഫ് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റിയിലേക്ക് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് എത്തണം. നമ്മുടെ ഫെസിലിറ്റിയിൽ അങ്ങനെ ഒരു ലെവൽ ഓഫ് ട്രെയിനിങ്ങും അങ്ങനെ റിക്കവറി എക്യുപ്മെൻറ്റ്സും ജിം ട്രെയിനിങ്ങും എല്ലാം ഇവിടെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഗോൾ. 1 year ആയിട്ടുള്ള നമ്മുടെ ക്ലബ്ബ് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, അത് പുതിയ ക്ലബ്ബ്. അവിടെയാണ് നമ്മൾ അഡൽട്ട്സിനെയൊക്കെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നാഷണൽ ലെവൽ വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ അത്ലീറ്റ്സ് ആയി. നമുക്കൊരു 8 to 9 അത്ലീറ്റ്സ് ആയി. കഴിഞ്ഞ ആയിട്ട് നാഷണൽ ലെവലിലൊക്കെ മെഡലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന കിക്ക് ബോക്സിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് 19 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അതിൽ 16 മെഡൽസും ഉണ്ടായിരുന്നു. അത് ഏറ്റവും നല്ലൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയായിരുന്നു നമുക്ക് ഈ ഒരു 1 year കൊണ്ടുവരാൻ പറ്റിയത്. ഇനിയും മുന്നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് നല്ലൊരു ചാമ്പ്യൻഷിപ്പൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്യണം. നമ്മുടെ ക്ലബിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഫൈറ്റേഴ്സിന് പുതിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതും വലിയ മുന്നിലേക്കുള്ളൊരു ഗോളാണ്. ഫൈറ്റ്, നല്ലൊരു കോമ്പറ്റീഷൻ, നല്ല പ്ലാറ്റ്ഫോമിൽ, ബിഗർ സെറ്റപ്പിൽ നല്ല ക്രൗഡ് പുള്ളിങ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അത് എന്തായാലും പോസിബിളി നടത്തും. നമ്മുടെ ഒരു സ്ട്രോങ് ഗോൾ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ പേരിൽ തന്നെ GBFCയുടെയൊക്കെ പേരിൽ തന്നെ നമുക്കൊരു കോമ്പറ്റീഷൻ നടത്താൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫൈറ്റേഴ്സിന് ഇൻ്റർനാഷണൽ ലെവലിലൊരു പ്ലാറ്റ്ഫോം ഇവിടെ ബിൽഡ് ചെയ്യുക. നമ്മുടെ കൊച്ചി തന്നെയൊക്കെ ഫസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക. അവർക്ക് പുറത്തുള്ള ഫൈറ്റേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക. നമ്മുടെ ഫൈറ്റേഴ്സിനെ എവിടെയും ട്രാവൽ ചെയ്യാതെ ഇവിടെ നിന്ന് തന്നെ പുറത്തുള്ള ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സ്ട്രോങ് ഗോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനൊരു ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ബിൽഡപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് നമ്മുടെ ക്ലബിൻ്റെ പേരിൽ തന്നെ GBFCയുടെ പേരിൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു കോമ്പറ്റീഷൻ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് എന്തായാലും സൂൺ നടക്കും. സ്കില്ലിൽ നിന്ന് തന്നെ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ചാലഞ്ചിങ് ആയിരുന്നു ഭയങ്കരമായിട്ട്, വളരെ ചെറിയ, കാരണം ഞങ്ങൾ ഒരു ഫീസ് സ്ട്രക്ചറോ അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊന്നും അത്ര ഇതായിരുന്നില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നു, ഫീസ് വരുന്നുണ്ടോ ഇല്ലയെന്ന് പോലും നോക്കാം. ഒരു പാരൻസ് കൊണ്ടുവന്ന് തരുമ്പോഴാണ് നമ്മൾ ഈ മാസത്തെ ഫീസായി അല്ലേ, ഈ മാസത്തെ ഫീസായി എന്നൊക്കെയുള്ള സ്ട്രക്ചേർഡ് ആയിരുന്നില്ല. ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നതോ അങ്ങനെ ഒന്നും ഒരു സിസ്റ്റം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. നമ്മൾ പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കും, പക്ഷേ ഫീസ് തരുമ്പോൾ മേടിക്കും, അങ്ങനെയുള്ളൊരു സിസ്റ്റമായിരുന്നു. അത് കഴിഞ്ഞ് ലൈഫ് നമ്മളെ വെൻ വി ഹാഡ് ടു ആ പ്രഷറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇത് നമ്മുടെ ഒരു ഫുൾ ടൈം ജോബായിട്ട് തന്നെ ഇത് കാണണം. സർവീസിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ലാതെ പഴയ പോലെ നമ്മൾ പഴയത് പഠിപ്പിച്ചത് എന്താണോ അതേപോലെ പഠിപ്പിച്ചു കൊടുത്ത് ബെറ്റർ ഇൻകം നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ അതിലൂടെ ഇപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു ബേസ് ഇൻകം ജനറേറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരുമായിട്ട് പോകുന്നുണ്ട്. അത് ഫീലിംഗ് മോർ ഹാപ്പിയർ
മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ. നമ്മുടെ പാഷൻ തന്നെ ഒരു പ്രൊഫഷണലോട്ട് മാറ്റാൻ പറ്റിയതിൽ വളരെ താങ്ക്ഫുൾ ആണ് ആക്ച്വലി.